ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാനേ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ 3 ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കവറ് പാല്, മിൽമായുടെ ഒരു 1/2 ലിറ്റർ പാല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ, നല്ല തിളച്ച് വരണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 1/2 കപ്പ് പാലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ കലക്കി വെക്കണം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കട്ടയില്ലാതെ വേണം കേട്ടോ കലക്കാനായിട്ട്. ഇനി നമുക്ക് പാല് അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാര കറക്റ്റാട്ടോ, അത് മതി. ഇനി ഈ പഞ്ചസാരയും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തീ ലോ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമ്മൾ കലക്കി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് ഇല്ലേ, അത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി ആ കോൺഫ്ലവറൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി ഇതുപോലെ വരും. അപ്പോൾ ആ സമയം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്, കണ്ട നല്ല തിളയ്ക്കുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ഗ്ലാസിൻ്റെ പ്ലേറ്റ് ആട്ടോ എടുത്തേക്കുന്നത്. ഏത് പ്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പം അതിലേക്ക് ഞാൻ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് കേട്ടോ, അതും ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്തതാണ്. നമ്മുടെ വീട്ടിലുള്ള ഈ ചേരുവ മാത്രം മതി, നല്ല ടേസ്റ്റാണ്. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് നാറി കഴിയുമ്പോൾ തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി കഴിക്കാനാണ് നല്ല അടിപൊളി. ഇപ്പം മോള് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോൾ എൻ്റെ ഇത് വാങ്ങിച്ച് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ, ടാറ്റാ.